സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ആദിവാസി ദമ്പതികളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. കണ്ണൂർ ആറളം ഫാമിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി TG സജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, വീണ്ടും സമാനമായ രീതിയിൽ ഒരു കാട്ടാന ആക്രമണത്തിന്റെ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ദമ്പതികളെയാണ് ചവിട്ടിക്കൊന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഒരു ദുരന്ത വാർത്തയാണ് ഉണ്ടാവുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സംഭവം ഉണ്ടാവുന്നത്. കണ്ണൂര് ആറളം ഫാമിലാണ് ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ആറളം സ്വദേശികളായ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആറളം ഫാം ബ്ലോക്ക് നമ്പർ 13-ൽ താമസിക്കുന്നവരാണ്. അവിടെ ഈ കശുവണ്ടി ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഇവരെ കാട്ടാന ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനകം തന്നെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ എത്ര കണ്ട് ഭീകരമാണ് ആ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായതെന്ന് വ്യക്തമാണ്. മൃതദേഹം നാട്ടുകാർ അവിടെ നിന്നും കണ്ടെത്തുകയാണ് ചെയ്തത്. അവിടെ വലിയ പ്രതിഷേധം, പ്രദേശവാസികളുടെ പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട്. കാരണം സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടാവുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല, വനം വകുപ്പിന് കഴിയുന്നില്ല എന്ന വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തിയെങ്കിലും പ്രദേശവാസികൾ തടഞ്ഞു. പേരാവൂർ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ആളുകളെ അവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ വനം വകുപ്പിന്റെ കൂടി ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തമാക്കുന്ന കാര്യം, ഈ ആറളം മേഖലയിലെ കാട്ടാന ശല്യം ഇല്ലാതാക്കാൻ വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനത്തിന് കർശന നിർദ്ദേശം നൽകിയെന്നാണ് വനം മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. കാരണം നേരത്തെയും അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ചൂട് രൂക്ഷമായതുകൊണ്ടാണ് കാട്ടാന കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന ഉണ്ടാവും, വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണിപ്പോൾ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ആറളം ഫാമിൽ നേരത്തെ തന്നെ പല സംഭവങ്ങൾ ഈ കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദിവാസികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ ഈ കാട്ടാനകളടക്കം വന്യമൃഗശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പക്ഷേ അതൊന്നും വേഗത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇന്ന് ഈ സംഭവം ഉണ്ടായതോടുകൂടി നാട്ടുകാർ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. ആനയ്ക്ക് വരാതിരിക്കാൻ ആന മതിൽ നിർമ്മാണം, ഇതൊക്കെ നേരത്തെ നടന്നു വരുന്ന പ്രവർത്തനമാണ്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഇന്ന് ഈ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന ഉറപ്പാണ് വനമന്ത്രി നൽകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാവുന്നത്. പ്രദേശവാസികൾ സംഘടിച്ച് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. അവിടെ ജനപ്രതിനിധികളടക്കം കൊണ്ട് ഇപ്പോൾ പ്രശ്നം, സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് വൈകിട്ടോടുകൂടി ആറളത്ത് നിന്നും ഉണ്ടാവുന്നത്. ആദിവാസി ദമ്പതികളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. സജിത, തീർച്ചയായും ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തിടുക്കപ്പെട്ടുള്ള യോഗങ്ങൾ ചേരുന്നു, പലവിധ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മേഖലയിലും കാണുന്നത് അതൊക്കെ പാതി വഴിയിൽ നിന്നു പോകുന്ന കാഴ്ചകളാണ്. ഇവിടെ ഇപ്പോൾ സ്ഥിരമായി കാട്ടാന ആക്രമണം, കാട്ടാന ശല്യമൊക്കെ ഉള്ള മേഖലയാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും പല കുറി അവർ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നടപടികൾ ആരംഭിച്ചു, പക്ഷേ ഫലപ്രദമായി അത് പൂർത്തീകരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഫലമായി ജീവൻ നഷ്ടമായത് ദമ്പതികൾക്കാണ് എന്നുള്ളതാണ്. ഈ ജനരോഷം സ്വാഭാവികമായും അവിടെ ഉയരും. പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണോ? ഇപ്പോൾ എന്താണ് ഈ പ്രതിഷേധക്കാരുടെ പ്രാഥമികമായ ആവശ്യം? ഈ ആവശ്യം പരിഗണിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന തരത്തിൽ ഏതാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ്? ആര്യ, നമ്മൾ കണ്ടതാണ്, ആര്യ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനം മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വന്യമൃഗശല്യം അനുഭവപ്പെടുന്നു എന്നതാണ് സാഹചര്യം. ഈ വനാതിർത്തി മേഖലകളിലെല്ലാം ഈ ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. കണ്ണൂർ മാത്രമല്ല, സംസ്ഥാനത്ത് വനമേഖലകളുള്ള എല്ലായിടത്തും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും അതിരൂക്ഷമായ പ്രതിസന്ധി എന്നതാണ് സാഹചര്യം. ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ. സജിത്ത്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജേഷ്, കാട്ടാന ശല്യം, വന്യമൃഗശല്യമൊക്കെ അതിരൂക്ഷമായി ഉള്ള ഒരു മേഖലയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അതിദാരുണമായ ഒരു സംഭവം.
അവിടെ ഇപ്പോഴും പ്രതിഷേധം ശക്തമാവുകയല്ലേ? ഇതിനു മുമ്പ് അവിടുത്തെ ജനങ്ങൾ പരാതിപ്പെട്ടപ്പോഴൊക്കെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കളുടെ അടക്കം ഭാഗത്ത് നിന്ന് ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യമൃഗ ശല്യമൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി, ലഘൂകരിക്കുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ അവിടെ നടപടികൾ നടന്നു വന്നിരുന്നു? യെസ്, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ടി ജി സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, തുടർന്നോളൂ. ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം. വലിയ പ്രതിഷേധമാണ് ആര്യ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഈ മൃതദേഹം പുറത്തോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് സ്വാഭാവികമായ പ്രതിഷേധമാണ്. നമുക്കറിയാം, മുമ്പും ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരിൽ നിന്ന് പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്തായാലും സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ വനം മന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടാകുന്നത്. കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകും. ഒപ്പം തന്നെ ആറളത്തെ കാട്ടാന ആക്രമണം, ആ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും എന്ന ഉറപ്പുകൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം തുടർച്ചയായി വന്യമൃഗ ശല്യമുണ്ടാകുന്ന മേഖലയാണ്. അവിടെ എന്ത് നടപടികൾ കൊണ്ടുപോയി, എന്തുകൊണ്ടാണ് ഇതുവരെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് തുടങ്ങിയ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യും. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. കാരണം വനമേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്, വനത്തോട് ചേർന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. ആറളം ഫാം, കശുവണ്ടി തോട്ടങ്ങൾ നിരവധിയുള്ള ഇടമാണ്. അവിടെ സ്വാഭാവികമായും ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയും ഈ മേഖലകളിലൊക്കെ പോകുന്ന ആദിവാസികളും സാധാരണ ജനങ്ങളുമൊക്കെ തമ്പെടുക്കുന്ന പ്ലാന്റേഷൻ മേഖലയാണ്. അവിടെ ഈ വന്യമൃഗശല്യം നേരത്തെ തന്നെ ഉള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ കശുവണ്ടി ശേഖരിക്കുന്നതിന് പോയ ആദിവാസി കുടുംബത്തിനാണ് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വരികയും ദാരുണമായ മരണം സംഭവിക്കുകയും ചെയ്തത്. ഇവരെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചെത്തിയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തി കാട്ടാനയുടെ ആക്രമണം നടന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം ഇല്ലാതാക്കാൻ വലിയ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ വലിയ പ്രതിഷേധമാണ്. സംസ്ഥാനത്ത് ഇതുവരെ ഈ കാട്ടാന ശല്യം മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നതാണ് സാഹചര്യം. ഇതുവരെ സംസ്ഥാനത്ത് 21 പേരാണ് ഈ 9 വർഷത്തിനിടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് വന്യജീവി ആക്രമണം മൂലം. കണ്ണൂരിൽ എന്ന ഒരു ചിത്രം കൂടി പുറത്തു വരുന്നു, അങ്ങനെ ഒരു കണക്കുകൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ട് രൂക്ഷമായ സാഹചര്യമാണ്. നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയുടെ, വയനാട് ജില്ലയുടെ, ഇങ്ങനെ പല മേഖലകളിൽ നിന്നും വന്യമൃഗശല്യം എത്ര കണ്ട് രൂക്ഷമാണ് എന്നത് നമ്മൾ മുമ്പും നമുക്ക് അനുഭവങ്ങളായി മുന്നിലുള്ളതാണ്. അതിലൊരു പുതിയ സംഭവമായി മാറുകയാണ് ആറളത്തുണ്ടായ ഈ കാട്ടാന ആക്രമണം. സജിത്ത്, ഈ 9 വർഷത്തെ കണക്കുകൾ എടുക്കുന്നു. അതിനപ്പുറം ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം പിന്നിടുന്നതേ ഉള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ തന്നെ എത്ര ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞു എന്നുള്ളത് നമുക്ക് എടുത്താൽ ആ കണക്ക് പോലും നമ്മളെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോഴൊക്കെയും ഈ സമീപകാലത്തുണ്ടായ ആക്രമണത്തിൽ ഒക്കെയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള, വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വിശദീകരണമൊക്കെയും ന്യായീകരണമൊക്കെയും പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ്, വിചിത്രമെന്ന് തോന്നിച്ചിട്ടുള്ളതാണ്. കാട്ടിനുള്ളിൽ പോയതുകൊണ്ടാണ് അവരെ ആന ആക്രമിച്ചത് തുടങ്ങിയ ന്യായീകരണങ്ങൾ പോലും വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു വിഷയം, ആറളം ഫാമിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാട്ടാന ആക്രമണം, കേവലം ഇത്തരം ന്യായീകരണം കൊണ്ട് വനം വകുപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ലല്ലോ, അല്ലേ? ഒരിക്കലുമില്ല, അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതുമല്ല. കാരണം സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവിൽ ചില ന്യായങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ വന്യമൃഗശല്യം മൂലം ഇത്ര അധികം രൂക്ഷമായ പ്രതിസന്ധി കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. അതിന് പല കാരണങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. നേരത്തെ വനമന്ത്രി വിശദീകരിക്കുന്നത് പോലെ സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന തൊടുന്യായമൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം പലപ്പോഴും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. അതിനായി നിരവധി അനുഭവങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് നിന്ന ആളെപ്പോലും കാട്ടാന വന്ന് ആക്രമിച്ച് ചവിട്ടിക്കൊല്ലുന്ന അനുഭവം വയനാട്ടിൽ നിന്ന് അടുത്തിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ സമാനമായ സംഭവങ്ങൾ നിരവധി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആറളത്ത്
മലപ്പുറത്ത് സംഭവിച്ചതും ഇതുതന്നെയാണ്. ഇപ്പോൾ ഈ ആദിവാസി ദമ്പതികളുടെ മരണത്തിന് ശേഷം വേഗത്തിലുള്ള ഇടപെടൽ വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിൻ്റെ കാരണവും ഒരുപക്ഷേ ഈ ജനരോഷം ഭയന്നുകൊണ്ടും ആവാം. എന്തായാലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും, അവിടുത്തെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും. ഇതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകാനോ ഉറപ്പ് നൽകാനോ വനം വകുപ്പിനും കഴിയുന്നില്ല എന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ ചൂട് കൂടുന്നു, അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത് തുടങ്ങിയ ന്യായങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഇത് സംബന്ധിച്ച ചോദ്യമാണ് ഉയരുന്നത്. ഇനി അവിടെ നടക്കാൻ പോകുന്ന നടപടി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് മാറ്റണം. പരിയാരം ആശുപത്രിയിലേക്കാവാം ഒരുപക്ഷെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. അവരെ അനുനയിപ്പിക്കാൻ ജനപ്രതിനിധികളും സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ സജിത്ത്? ടി ജി സജിത്താണ് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നത്. സജിത്ത്, ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഉദ്യോഗസ്ഥർ ഇവരുടെ പ്രതിഷേധം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? പ്രതിഷേധം തുടരുന്നു എന്നാണ് നമുക്ക് അറിയാനാവുന്നത്. അവിടെ ശക്തമായ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത്. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രമാണ് ഈ വന്യമൃഗശല്യം ഇത്ര രൂക്ഷമായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ജനങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുകയാണ്. കാരണം മുമ്പും നിരവധി തവണയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വനംവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന പരാതിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ജനരോഷം ഉയരുന്നത് സ്വാഭാവികമാണ്. ദൗർഭാഗ്യകരമായ സംഭവം എന്നാണ് സണ്ണി ജോസഫ് MLA പറയുന്നത്. അദ്ദേഹം അടക്കം ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം ആറളം പൊതുവിലൊരു ഒറ്റപ്പെട്ട മേഖലയാണ്. അവിടെ നിന്നും ആളുകളെ പുറത്തെത്തിക്കാൻ പോലും അല്പം ബുദ്ധിമുട്ട് നേരിടും. എന്തായാലും ജനങ്ങളെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തുടരെ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു, അതിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ കാര്യം. ഇപ്പോൾ ആറളം ഫാമിലാണ് ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വന്യമൃഗ ശല്യം അവിടെ ലഘൂകരിക്കാനുമുള്ള നടപടികളിലേക്ക് അതിവേഗം കടക്കുമെന്നുള്ളതാണ് വനം വകുപ്പ് ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ മരിച്ച ദമ്പതികളുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകും എന്നുള്ളതും പറയുന്നു. എന്തായാലും ജനരോഷം അവിടെ ആളിക്കത്തുകയാണ്. ഇവരുടെ ഈ വിഷയത്തിൽ, ഈ കാട്ടാന ശല്യം അടക്കമുള്ള വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാതെ, അതിനുള്ള നടപടികളിലേക്ക് കടക്കാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായും തുടർ നടപടികൾക്കായും വിട്ടു നൽകില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്.